നമസ്കാരം. NH-66 ശേഷം ഏറെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതികളായിരുന്നു തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡും കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേയും അതുപോലെ തന്നെ എറണാകുളത്തെ പുതിയ ബൈപ്പാസും. എന്നാൽ ഈ റോഡുകളുടെയൊക്കെ ഭാവി ഇനി കണ്ടു തന്നെ അറിയണം. ഈ റോഡുകളുടെയൊക്കെ നിർമ്മാണത്തിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി പിന്മാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാർ നിർമ്മാണത്തിൻ്റെ 25% തുക വഹിച്ചോളാം എന്ന ധാരണയിലാണ് പ്രസ്തുത റോഡുകളുടെയെല്ലാം സാധ്യതാ പഠനം തുടങ്ങിയത്. എന്നാൽ പിന്നീട് അവർ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്ന് കേന്ദ്രവുമായി നടത്തിയ ചർച്ചയിലാണ് കേന്ദ്രം മുഴുവൻ തുകയും വഹിച്ചോളാമെന്നും പകരം നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന GSTയും റോയൽറ്റിയും ഒഴിവാക്കി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനം ഈ നിലപാടിന് അനുകൂലവുമായിരുന്നു. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി കരാറിൽ ഒപ്പുവയ്ക്കുന്നതിന് തൊട്ടു മുമ്പാണ് സംസ്ഥാനം ഇതിനെയും എതിർത്തത്. അങ്ങനെ ചർച്ചകളും തുടർചർച്ചകളുമായി കുറച്ചു സമയം പോയി. ഇതിനിടയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ വിജ്ഞാപനവും ഇറക്കി. പലരുടെയും ഭൂമിയിന്മേൽ കല്ലിട്ടു, രേഖകൾ റവന്യൂ വകുപ്പ് കൊണ്ടുപോയി ക്രയവിക്രയം ചെയ്യുന്നതിൽ നിന്ന് മരവിപ്പിച്ചു. അങ്ങനെ അന്തിമ തീരുമാനമാവുന്നതിന് മുൻപേ തന്നെ എല്ലാ കുരുക്കുകളും ചെയ്തു. നാളിത്രയായിട്ടും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ധാരണയാകാത്ത സ്ഥിതിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിൻ്റെ DPR ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. റോഡ് വികസനം വന്നില്ലെങ്കിൽ പോവട്ടെ എന്ന് വെക്കാം. പക്ഷേ കല്ലിട്ടും നോട്ടീസ് പതിപ്പിച്ചും വികലമാക്കിയ ജനങ്ങളുടെ വസ്തുവകകൾ എന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് ആയി കിട്ടും എന്നതാണ് ചോദ്യം. ഈ സ്ഥിതി തുടരുന്നിടത്തോളം കാലം ഇവർക്കിത് വിൽക്കാനോ പണയം വയ്ക്കാനോ സാധിക്കില്ല. ഇത്തരത്തിൽ തീരുമാനമെടുക്കുമ്പോൾ സർക്കാരുകൾ ഇതെങ്കിലും ഓർക്കേണ്ടതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. താങ്ക്